കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയ്ക്കൊടുവിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവും. തെക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ കണ്ണീർ കടലിലെ വിഴമാട്ട, അവർ കണ്ണീർ കടലിലെ വിഴമാട്ട. അമ്മേ ദേവി മുഖമേ കർണേ ദൈവം കാക്കട്ടെ. വേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. നടേശൻ കാസർഗോട്ട് നിന്ന് ആരംഭിക്കുമ്പോൾ നല്ല വെള്ള ഡ്രസ്സും ഡബിൾ വേഷ്ടിയും ധരിച്ച് കഴുത്തിൽ RSSകാരുടെ സാൽവയാണ് ധരിച്ചുകൊണ്ട് ആരംഭിച്ചത്. ഈ ഓട്ടോ ചാട്ടോ ഒക്കെ എന്താണ്? കാലുപൊള്ളി അവര് ഉറങ്ങന്റെ രീതിയിൽ എന്തിനാ ഓടുന്നത്? ആറ്റിങ്ങലെത്തുമ്പോഴേക്ക് മിസ്റ്റർ നടേശന്റെ രൂപം നിക്കറും വെള്ള ഉടുപ്പുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. രാവിലെ കോൺഗ്രസ്, ഉച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ്, വൈകുന്നേരം BJP, രാത്രി ലീഗ് എന്നിങ്ങനെ കൊടിമാറ്റം നടത്തുന്നതിലൂടെ മനുഷ്യൻ ഒന്നാണ് എന്ന് പരോക്ഷമായി ഞാൻ സ്ഥാപിച്ചെടുക്കുന്നില്ലേ? നമ്മളെ പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. കൊടി കാണിച്ചു. കൊടിയുടെ ചിഹ്നം കൂപ്പുകയ്യാണ്. വികസന മന്ത്രവുമായി സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയപ്പോൾ പ്രതിപക്ഷം വിട്ടുനിന്നു. ആയിരം ദിവസത്തിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എന്ന് ഇവിടെ വെച്ച് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം. ഗംഭീര കോമഡി യാത്രയായിരുന്നു കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ സോളാർ ജുഡീഷ്യൽ കമ്മീഷനും പോലീസും മാധ്യമങ്ങളും നടത്തിയത്. സോളാർ പ്രതി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ CD തെളിവുകൾ കണ്ടെടുക്കാൻ നടത്തിയ യാത്ര നാണക്കേടിൻ യാത്ര മാത്രമായി. ഞാന് അത് വളരെ ഭദ്രമായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മിഷൻ ആരംഭിക്കുന്നു. ഓൺ മൈ റെസ്പോൺസിബിലിറ്റി. വിഷമിക്കാതിരിക്കും. എല്ലാത്തിനും പരിഹാരം കാണാൻ വേണ്ടിയല്ല പടക്കം പോയിരിക്കണത്. പോയ കാര്യം നടക്കോടാ. പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായുസം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിയിട്ടേ വരുള്ളൂ. ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും. എന്റെ മുമ്പോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് നാളത്തെ പകലായിരിക്കും. ഏതൊക്കെ സീഡിയാണോ വേണ്ടത്? ആ CD ഏതൊക്കെയാന്ന് പറഞ്ഞോളൂ. ഹലോ, ഹരികൃഷ്ണൻസ് ചന്ദ്രനുദിക്കിൽ. ഹരികൃഷ്ണൻസ് കാവ്യാമാധവന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ഉദ്യോഗജനകമായ നിമിഷങ്ങൾ. മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിൽ മുഖ്യമന്ത്രിയോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതിൽ കേരളം പ്രതിഷേധിച്ചു. ശങ്കറിന്റെ പൈതൃകം തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസിന്റെ ചെറുത്തുനിൽപ്പ്. ആ ശങ്കരന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയെ സ്വകാര്യ ചടങ്ങ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് നിരർത്ഥകമാണ്. ഈ വരാത്തതിന്റെ കാര്യം കാരണം ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടത്താൻ എനിക്ക് താല്പര്യമില്ല. ഈ പ്രതിമ സ്ഥാപിക്കുന്നത് വരെ ഈ മകൻ
ഈ പന്തലിൽ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. മനുഷ്യന്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പ്രതിമയുടെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? ബംഗ്ലാവിന്റെ പാലുകാച്ചൽ ദിനം വരികയാണ്. അന്ന് തന്നെയാണ് സുമതിയും ഗൾഫുകാരനുമായുള്ള വിവാഹം. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ. അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. മുഖ്യമന്ത്രി വരണ്ട എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പക്ഷെ അദ്ദേഹത്തിനൊരു അപമാനം ഉണ്ടാകരുത്, സമ്മേളനവും ഭംഗിയായി നടക്കണം എന്ന ഒരൊറ്റ ആഗ്രഹമല്ലാതെ എനിക്ക് വേറൊന്നുമില്ല. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുവടുറപ്പിക്കാൻ BJP ശ്രമം. പ്രധാനമന്ത്രി തൃശൂർ BJP സമ്മേളനത്തിൽ. मुझे बहुत पहले केरल आना चाहिए था, लेकिन अब ऐसा नहीं होगा, ये मैं आपको भरोसा देता हूं. എനിക്ക് കേരളത്തിൽ ഇപ്പോൾ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഇയാൾ എന്തായി കാണിക്കുന്നത്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. ഒറ്റ കീറ് വെച്ച് വന്നാണല്ലോ. രാഷ്ട്രീയ കാഴ്ചകൾ തുടരും. ഒരു ഇടവേളയ്ക്ക് ശേഷം. വന്നാട്ടെ വന്നോട്ടെ.